ഇത് യെല്ലോ ഫാൻറ്റസി. ഇതിൻ്റെ വെരിഗേഷൻ ലീഫ് വന്നിട്ട് ഇങ്ങനെ ഫ്ലവർ വരും. ഫാൻറ്റസിയുടെ ഒരുവിധം വലിയ പ്ലാന്റാണ്. ഇത് അടർണയുടെ മിക്സഡ് കളറല്ല നമുക്ക് കഴിഞ്ഞു. എത്ര കളേഴ്സ് ആണല്ലേ? അതെ അതെ, ഒരുപാട് കളേഴ്സ് ഉണ്ട് അടർണയ്ക്ക്. അതിൻ്റെ ചെടികളത് ഇത് അടർണ ഗോൾഡ് മിക്സഡ് ഉള്ളതും ഉണ്ട്, ഗോൾഡും ഉണ്ട്. അത് മഹാറാണിയുടെ മദർ പ്ലാന്റ് ആണ് അതിൻ്റെ. ട്രൈക്കളറിന്റെ ഇത് മുള്ളില്ലാത്ത അതല്ലേ? എപ്പോഴും പൂക്കുന്ന ഏത് സമയത്തും പൂക്കുന്ന ട്രൈക്കളർ. നല്ല ഡിമാൻഡ് ഉണ്ട് ശരി. ഇതിന്റെ ചെടികളുണ്ടോ കൊടുക്കാൻ? കൊടുക്കാനുണ്ട്. ചെറുതില്ല, വലിയ മീഡിയം സൈസ് പ്ലാന്റ്. ഇതോ? ഇത് ക്രിസ്റ്റീന. ഇത് ഹവായി വൈറ്റ്. വൈറ്റിന്റെ മദർ പ്ലാന്റ് ആണിത്. ഇതാണ് റെഡ് വെൽവെറ്റിന്റെ ഒറിജിനൽ അല്ലേ? അതെ അതെ, ഇങ്ങനെ പ്ലാന്റൊക്കെ ഫ്ലവർ കഴിഞ്ഞു. വെയിലടിക്കുമ്പോൾ നല്ല രസമല്ലേ? അതെ അതെ. ഇതിൻ്റെയൊക്കെ മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട്, മീഡിയം സൈസ്, സ്മോൾ അല്ല. ഇതൊരു പുതിയ പ്ലാന്റാണ്, സ്നോ യെല്ലോ, സ്നോ റെഡ്. ഇതിൻ്റെ 2 കളേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത. ലീഫിനകത്ത് ഇങ്ങനെ നല്ല വെരിഗേഷൻ വരും. ഇത് കണ്ടോ, നല്ലൊരു വെരിഗേഷൻ വരും. ഇത് ജയ്പോങ് റെഡ്. ഇതെല്ലാം കൊറിയർ ചെയ്യാം. സ്റ്റാർ ഡസ്റ്റ് ഉണ്ട്. റെഡ് സൺ എന്ന് പറയുന്നൊരു റെഡ് സൺ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇൻഡോർ വെക്കാന്ന് തോന്നുന്നല്ലേ? അതെ അതെ, ഇൻഡോർ വെക്കാം. ഇത് കളക്ട് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഇതിൽ റയറായിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളതേ കരുനാഗപ്പള്ളിക്കടുത്ത് പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബി ഗാർഡൻ എന്ന് പറയുന്നുള്ളൊരു ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലം കറക്റ്റ് പറയുകയാണെങ്കിൽ കായംകുളം കരുനാഗപ്പള്ളി നാഷണൽ ഹൈവേ ട്ടാ. മെമ്മറീസിന് ഹോട്ടൽ ഇതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിയുമ്പോഴത്തേനും ഇതെവിടെ ബി ഗാർഡൻ. ഇതിനാണ് അവരുടെ ഗാർഡൻ. ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ മുകളിൽ നമ്പർ കൊടുക്കട്ടെ വീഡിയോയുടെ. അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അവർ അയച്ചു തരും. ചെറിയ ചെടികൾ വളരെ കുറവാണ്. മെച്ചൂർഡായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് കാണപ്പോൾ കണ്ടോ, ഇത്ര വലിപ്പമുള്ള ചെടികളാണ് കൂടുതലുള്ളത്. ഇത്തരത്തിലുള്ള ചെടികൾ ഹൈവേ ഡെലിവറി വഴിയാണ് അവർ കൂടുതലും അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അബ്ദുൽ സലാം. നമസ്കാരം. നമസ്കാരം. ഇത് ഫ്ലെയിം റെഡ്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ? മദർ പ്ലാന്റ് ആണല്ലോ? മദർ പ്ലാന്റ് കൊടുക്കാനുള്ള ഏരിയത് അത്യാവശ്യം വളരെ അത്യാവശ്യക്കാർ. അതെ, ഇത് നമ്മുടെ മദർ പ്ലാന്റുകളാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ ചെടികളാണ് എടുത്ത് വെച്ചേക്കുന്ന ചെടികൾ. ശരി, ഏതൊക്കെയാണത്? ഫയറോപ്പാല്, ഇത് ടൊമാറ്റോ റെഡ്, ഇത് റൂബി റെഡ്, ഇത് ഫ്ലെയിം റെഡ്, ഇത് ഓറഞ്ച് സെപ്റ്റംബർ, പിന്നെ മഹാറാണി. ഇവിടെയൊക്കെ നോക്കി നിറയെ ചെടികളാണ്. 120 വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. 120ഓളം വെറൈറ്റീസ്. അപ്പോൾ അതിൻ്റെ ഒരുവിധം ഇതുണ്ടോ മെച്ചുവേർഡ് ആയിട്ടുള്ള ചെടികളാണ് കൂടുതലുള്ളത് കേട്ടോ. വളരെ ചെറിയ ചെടികൾ അപൂർവമാണ്, അധികമില്ല. ഇവിടെ ഇതൊക്കെ ഏതാ ഈ വെറൈറ്റീസ്? ഇത് നമ്മൾ കണ്ട ഫ്ലെയിം റെഡ് തന്നെയാണ്. ഇത് റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ്. റെഡ് വെൽവെറ്റ്. ഇതിങ്ങനെ തിക്കാട്ട് ഫ്ലവർ വരും. തിക്കാട്ട് ഫ്ലവർ, ഓരോ അറ്റത്തും തിക്കാട്ട് ഫ്ലവർ വരും. എങ്ങനെയാണ് ശരിക്കും? കൊറിയറാണോ അല്ലെങ്കിൽ? അത്യാവശ്യം റൂട്ടഡ് പ്ലാന്റ് ഒക്കെ കൊറിയർ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കൊറിയർ ചെയ്താൽ പ്രശ്നം വരുമോ, ഡാമേജ് വരുമോ എന്നുള്ളത്. പെറ്റ് സർവീസ് വഴി നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ വണ്ടി, ഈ പിന്നെ പ്ലാന്റ് തന്നെ സെയിൽ ചെയ്യുന്ന വണ്ടിയുണ്ട്, അതിനകത്ത് അയച്ചു കൊടുക്കും. ഒരു ഹോം ഡെലിവറിയാണ്, വീട്ടിൽ എത്തിക്കും. നല്ലൊരു കളക്ഷൻ ഉള്ളത് ഫയറോപ്പാൽ ഓറഞ്ച് അല്ലേ? അത് ഫയറോപ്പാൽ. ഇത് ഫയറോപ്പാൽ. ഇത് ഫ്ലെയിം റെഡിന്റെ വെറൈറ്റി. ഇത് സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയും. ഇതിങ്ങനെ വെരിഗേഷൻ ലീഫ് വന്നിട്ട് ഇത് പിങ്കും ഒരു ഓറഞ്ച് കൂടാണ്. ഇതൊക്കെ അത് തന്നെ അല്ലേ ഫയറോപ്പാൽ? ഇത് ഫയറോപ്പാൽ, സൺസെറ്റ് ഓറഞ്ച്, ഇതൊക്കെ അത് തന്നെ. ഇത് എത്ര ഇഞ്ചിന്റെ പോട്ടത്? ഇത് വൈറ്റ് 13 ഇഞ്ചുണ്ട്, ഇത് 14 ഇഞ്ച്, മറ്റേത് 18 ഇഞ്ച്. ഇത് ബ്രിസാർഡിന്റെ വലിയ 2 മദർ പ്ലാന്റ് ആണ്. ബ്രിസാർഡിന്റെ ഫ്ലവർ കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവർ വരികയാണ്. ഇത് അടർണ ഗോൾഡിന്റെ ഒരു വലിയ പ്ലാന്റാണ്. അതിൻ്റെയൊക്കെ ഫ്ലവർ കഴിഞ്ഞു. ഇതും ബ്രിസാർഡ് തന്നെയാണ്. ഇത് നമ്മുടെ അർജുന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അർജുന. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ആദ്യം ഫ്ലവർ വിരിയുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഒരു ഓറഞ്ച് കളർ, പിങ്ക്, പല കളർ പറയാനൊക്കത്തില്ല, പല കളറിൽ ഇങ്ങനെ പിങ്ക്, ഈ ലൈറ്റ് പിങ്കും ആട്ടൊക്കെ. ഇതിൻ്റെ അതിൻ്റെ അർജുന മദർ പ്ലാന്റ് ആണ്. ഇതെല്ലാം അർജുന സെയിൽ പ്ലാന്റ് ആണ്. ഇതെല്ലാം നല്ല മീഡിയം സൈസ് പ്ലാന്റ് ആണ്. എല്ലാം വലിയ പ്ലാന്റ് ആണ്. ഇത് മഹാറാണി. മഹാറാണിയുടെ എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് എല്ലാം
ബട്ടർഫ്ലൈ ഗ്രാഫ്റ്റഡ് ആണല്ലേ? ആ ഗ്രാഫ്റ്റഡ് ആണ്. ഇതോ ഇരിക്കുന്നത്? ഇത് ലേഡി ബേർഡ്. ആ, ലേഡി ബേർഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാ? അത് ഓറഞ്ച് സെപ്റ്റംബർ. ഓറഞ്ച് സെപ്റ്റംബർ പുതിയ വെറൈറ്റിയാണ്. ഇത് അടർണ ഗോൾഡ് എന്ന് പറയും. അടർണയുടെ യെല്ലോ ഷെയ്ഡിൽ എന്നിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് മാറും. ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളത്. നല്ല ഭംഗിയാണ്. പിന്നെ വലിയ പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് ക്ലൗഡ് വൈറ്റ്. ക്ലൗഡ് വൈറ്റിന്റെ പൂവിനും ഇലയ്ക്കും പ്രത്യേകതയാണ്. നല്ല ഭംഗിയാണ്. ഒരു മുല്ലപ്പൂ പോലെ. അതെ അതെ. ഈ സൈഡിലിരിക്കുന്ന ചെടികളൊക്കെ കൊടുക്കാനുള്ളതാ? ആവശ്യക്കാർ മദർ പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് കൊടുക്കും. ഇത് സെൻഡായി യെല്ലോ. ഇത് യെല്ലോ ബട്ടർഫ്ലൈ. ഈ യെല്ലോ ബട്ടർഫ്ലൈയുടെ സ്മോൾ സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് സെൻഡായി യെല്ലോ അല്ലേ? ഇത് സെൻഡായി യെല്ലോ. ഓക്കേ. ഇത് സെൻഡായി ഓറഞ്ച്. ഇത് മഷൂരി പിങ്ക്. ഇതേതാ ഈ വെരിഗേറ്റഡ്? അത് ഗോൾഡൻ ജാക്ക് പോട്ട് എന്ന് പറയും. ബിഗോജിയസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ബിഗോജിയസ് എന്ന് പറയും. ബോഗൻവില്ല ആണ് ബിഗോജിയസ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെ ഇതാണ് അതിന്റെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. എന്നിട്ട് അതിനകത്ത് നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇത് മാജിക് ഐസ്ക്രീം. സ്പ്ലാഷ് ഐസ്ക്രീം, മാജിക് ഐസ്ക്രീം എന്നൊക്കെ പറയും. ഇത് പിന്നെ നല്ല രസമാണല്ലേ, രണ്ട് കളേഴ്സ്. ഇത് ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്? അതെ, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. അതാ യെല്ലോ. ഇത് തിമ്മ യെല്ലോ. ഇതിന്റെ തിമ്മയുടെ കുറെ വെറൈറ്റി ഉണ്ട് അല്ലേ? തിമ്മയുടെ 4 വെറൈറ്റികളും ഉണ്ട് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട്. തിമ്മ 2 വെറൈറ്റി. ഇതിങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡിൽ എന്നിട്ട് ഒരു പീച്ച് ക്രീം കളറിലോട്ട് വരും. വൈറ്റും ഈ പീച്ച് കൂടെ ഒക്കെ ചേർന്ന ഒരു കളറാണ്. നമ്മളിത് ഇവിടെ കുറച്ച് വിട്ടു പോയിട്ടാ. ഇതേതാ ഈ വെറൈറ്റി? ഇതാ റെഡ് വെൽവെറ്റിന്റെ കൊടുക്കാനുള്ള പ്ലാന്റ്. മീഡിയം സൈസ് പ്ലാന്റ്. അത്രേ ഉള്ളൂ, ബാക്കി സെയിലായി. ഇത് അതന്നെ? അതെ. ഇത് ബട്ടർ കപ്പ് അല്ലേ? അതെ അതെ. ഇതിന്റെ സെയിൽ പ്ലാന്റ് ഉണ്ടോ? ഇതിന്റെ സെയിൽ പ്ലാന്റ് ആണ്. ഇതാണ് ഇത്. ഇതാണ് സെയിൽ. എല്ലാം നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്. അത്രേ ഉള്ളൂ. നല്ല രസമുള്ള പൂക്കളല്ലേ? ഇതിന്റെ ഈ വയലറ്റ് കളർ മാത്രമേ ഉള്ളൂ? അതെ അതെ. വയലറ്റ് വന്നിട്ട് ഇങ്ങനെ സൈഡിലൂടെ. ഇത് ബ്രിസാ റെഡ്. ബ്രിസാ പീച്ച്. ഇതെല്ലാം നല്ല മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ്. ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറയും. ഇതും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് അല്ലേ? ബൊഗെയിൻവില്ല കളക്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട്, ഒരുവിധ ആൾക്കാരെ ഇതിലൊക്കെ ഉണ്ട്. വാട്ടർമെലൺ കിസസ്. ഇതിന്റെ ഈ ഒരു കളറല്ലേ ഉള്ളൂ? ഈ ഒരു കളറേ ഉള്ളൂ. വാട്ടർമെലൺ യെല്ലോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇത് അവൈലബിൾ അല്ല. ഇത് ഫ്ലൈ ബൈസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. പുതിയതാ? പുതിയ വെറൈറ്റിയാണ്. ഈ വർഷം ഇറങ്ങിയ വെറൈറ്റിയാണ് ഫ്ലൈ ബൈസ്. ചിത്ര വെറൈറ്റിയാണ്. പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്ലൈ ബൈസ്. ഇത് റെയിൻബോ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇങ്ങനെ വെരിഗേഷൻ ലീഫ് വന്നിട്ട് ഇങ്ങനെ ഫ്ലവർ വരും. റെയിൻബോ ഡയമണ്ട്. ഇത് പൂക്കളില്ലെങ്കിലും വെരിഗേറ്റഡ് ആയതുകൊണ്ട് അതില്ലാത്തപ്പോഴും ഇങ്ങനെ ഓർണമെന്റൽ ആയിട്ട് വളർത്താം. അതെ അതെ. ഇത് ബാലക. ഇതിന്റെ ഫ്ലവർ കഴിഞ്ഞ് ഫ്ലവറായി വരുന്നുണ്ട്. ഇത് തിമ്മ റെഡ്. തിമ്മ റെഡിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് ടാങ്ലോങ് പിങ്ക്. പിങ്ക് വരുന്നുണ്ടല്ലേ? അല്ല, ടാങ്ലോങ് പിങ്ക് അല്ല, യെല്ലോ. അല്ല, പിങ്ക് ഉണ്ട് നമ്മുടെ അപ്പുറത്തിരിപ്പുണ്ട്. പിങ്ക് കാണിക്കാം. അതോ ആയിരിക്കും. അത് വയലറ്റ്. ഇത് ബട്ടർ കപ്പ് പോലെ ഉണ്ടല്ലോ. ബട്ടർ കപ്പ് ഉണ്ട്. പുതിയതല്ല, വയലറ്റ് സെപ്റ്റംബർ. ഇത് സൺസെറ്റ് റെഡ്, സൺസെറ്റ് ഓറഞ്ച്. സൺസെറ്റ് ഓറഞ്ചിന്റെ അവിടെ നമ്മൾ കണ്ട സൺസെറ്റ് ഓറഞ്ചിന്റെ ചെറിയ പ്ലാന്റ് ഇടയ്ക്കുണ്ട്. സൺസെറ്റ് റെഡും ഉണ്ട്. ഇത് കയാട്ട. ഇത് ഡെലീമ ഓറഞ്ച് എന്ന് പറയുന്നൊരു പ്ലാന്റ്. ഡെലീമ ഓറഞ്ച്. ഇതിന്റെയൊക്കെ അത്യാവശ്യം വലിയ ചെടികൾ, എല്ലാത്തിനും ഫ്ലവറുള്ള ചെടികളാണ്. ഇത് ഡോഫിൻ റെഡ്. ഡോഫിൻ റെഡ് എന്ന് പറയുന്നതിന്റെ എല്ലാം നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് ഡോഫിൻ റെഡിന്റെ. ഇത് യെല്ലോ ബട്ടർഫ്ലൈ. യെല്ലോ ആണിത്. നേരത്തെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് അവിടെ കണ്ട് യെല്ലോ ബട്ടർഫ്ലൈ. ഇത് സെൻഡായി യെല്ലോ. മദർ പ്ലാന്റ് കണ്ടല്ലോ. ഇത് റൂബി റെഡ്, ഫ്ലെയിം ഫൈറോപ്പാൽ. ഇത് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയുന്ന പ്ലാന്റ്. പുതിയതല്ല, പഴയ പ്ലാന്റ്. എന്നാലും ഭംഗിയാണിത് കാണാൻ, നല്ല ഭംഗിയല്ല. ഹവായ് വൈറ്റിന്റെ ചെറിയ പ്ലാന്റ്. ബ്ലൂബെറി ഐസ്.
അതിൻ്റെ ചെറു മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്. ഇപ്പുറത്ത് ഇത് കണ്ട സിൽവർ തായ് ഡിലൈറ്റ് എന്ന് പറയും. ഏതാണ് ഇതല്ലേ? തായ് ഡിലൈറ്റിന്റെ സിൽവർ ലീഫ്. ഓ, ഇത് കൊള്ളാലോ, നല്ല റോസ്, അതിൻ്റെ അടിഭാഗം റോസ് കളർ. അതെ അതെ. ഇത് സൂഫിയ ബട്ടർഫ്ലൈ. ഇതൊരു കീറിയ മാതിരിക്കും. ഇതൊക്കെ ഇതുണ്ടോ, ഇത്രയും വലിപ്പമുള്ള ചെടികളാണ് കേട്ടോ. അത്യാവശ്യം ഇതുണ്ടോ ചെടികൾ. ഇതേതാ? ഇത് മിസ് വേൾഡ്. ഇത് മിസ് വേൾഡും ഉണ്ട്, ലിപ്സ്റ്റിക്കും ഉണ്ട്. ലിപ്സ്റ്റിക്കും ഇരിപ്പുണ്ട്. മിസ് വേൾഡ്. ഇതോ? ഇത് ടൊമാറ്റോ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ടൊമാറ്റോ റെഡോ? ടൊമാറ്റോ റെഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്. കുറേ നാള് ഫ്ലവർ നിൽക്കും. നല്ല ഡീപ്പ് റെഡ് കളർ. ഇത് ഡോക്കി സ്പോട്ടഡ് എന്ന് പറയും. ഇത് ലാവൻഡർ കളറിലെ ഫ്ലവറും ഇങ്ങനെ ലീഫ്. ഇത് ഇങ്ങനെ വരും ഇറിഗേഷൻ. അവിടെ ഒരു ഭാഗമുണ്ടല്ലേ. ഇത് ലൈലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ലൈലാക്ക് വയലറ്റ് അല്ലേ? ഒരു ഇളം വയലറ്റ് ലാവൻഡർ കളറിലെ പൂ. ഇതും അത്യാവശ്യം ചെടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹോൾസെയിലല്ല, റീറ്റെയിൽ മാത്രമല്ലേ ഉള്ളൂ? റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഇതേതാ ഈ ചട്ടിയിലേക്കാണ് വലുത്? ഇത് ലൈലാക്ക്. അതിന്റെ ഐഡിയ അതിന്റെ മദർ പ്ലാന്റ് ആണ് ഇത്. നിറയെ ഇങ്ങനെ ബുഷിയായിട്ട് നിർത്താമെങ്കിൽ നല്ല. മുള്ളില്ലല്ലോ അല്ലേ? മുള്ളില്ലാത്ത. അത് ഫയറോപ്പാല ഓറഞ്ച് അല്ലേ? ഇത് ഫയറോപ്പാല ഓറഞ്ച്. ഇത് മഹാദിർ. ഇത് നോർമൽ വെറൈറ്റിയാണ്. ശരി. എന്താ അതിന്റെ പേര്? മഹാദിർ എന്ന് പറയും. ഹ്യൂ ഗീവ്സ് എന്ന് പറയും, മഹാദിർ എന്ന് പറയും. ഇതോ? ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഡോക്കി സ്പോട്ട്. ഇത് ഫയറോപ്പാല്. ഇത് മൂൺലൈറ്റ് ഓറഞ്ച്. മൂൺലൈറ്റ് യെല്ലോ. ഓറഞ്ച് അല്ല, മൂൺലൈറ്റ് യെല്ലോ. ഇതിന്റെ ഒരു കളറേ വരുന്നുള്ളൂ? യെല്ലോ മാത്രമേ? യെല്ലോ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിന്റെ ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ട്. നമ്മുടെ യെല്ലോ മാത്രമേ ഉള്ളൂ. മൂൺലൈറ്റ് യെല്ലോ. ഇത് ബ്രിസാറഡ് വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ്. ബ്രിസാറഡിന്റെ വെരിഗേറ്റഡ് ലീഫ് വന്നിട്ട് മജന്ത. ബ്രിസാ മജന്ത വെരിഗേറ്റഡ്. റെഡ് അല്ല, ബ്രിസാ മജന്ത വെരിഗേറ്റഡ്. ഇത് ഹവായ് പിങ്ക്, ഹവായ് പർപ്പിൾ. അതിന്റെ വലുതാണത്? ഹവായ് പർപ്പിൾ അല്ലേ? ഇതും വെരിഗേറ്റഡ് ആണ്. അതെ, വെരിഗേറ്റഡ് ലീഫ് വന്നിട്ട് ഇങ്ങനെ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശ റേറ്റ് പറഞ്ഞാൽ മതി? എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റില്ല. ഉദ്ദേശ റേറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു 250 മുതൽ സ്റ്റാർട്ടിങ് നോർമൽ വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരു 350, 450. ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം 1000 മേളിൽ. നല്ല മീഡിയം സൈസ് പ്ലാന്റുകൾ, മീഡിയം സൈസ്. അതിന്റെ കുറഞ്ഞ പ്ലാന്റുകൾ 1000 ബിലോ 1000 പ്ലാന്റുകളുണ്ട്. നമ്മളെ പഴയ പൂന വൈറ്റ് അല്ലേ? ഇത് അതെ, പൂന വൈറ്റും. ഇത് ഏതാ? പൂന വയലറ്റ് അല്ലേ? പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ? പഴയ സാധനം. ഇത് ക്രിസ്റ്റീന. ഓക്കെ. ക്രിസ്റ്റീനയുടെ ഇത്രയും പ്ലാന്റ് നമുക്ക് അവൈലബിൾ. ഇതെല്ലാം നല്ല സൈസ് പ്ലാന്റുകളാണല്ല. ക്രിസ്റ്റീന എല്ലാം ബുഷായിട്ടുള്ള ചെടികളാണ്. ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്? പ്രൂൺ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്ത പോട്ട് മാറ്റി വെക്കാമെങ്കിൽ. ഇതോ ഈ വെറൈറ്റി? ബിഡദാരി. ഇത് റൂബി റെഡ്. ഇത് റൂബി റെഡ്. ഏത് ബിഡദാരി? ഇതാണ് ബിഡദാരി. ബിഡദാരിയുടെ ഒക്കെ വലിയ പ്ലാന്റ്. പ്ലാന്റിന്റെ സൈസ്. ഇതിന്റെ ഒരു പ്രത്യേകത തണ്ടുകൾ നീളം വെക്കും. നീളത്തിലാണ് പോകുന്നത്. കൃഷിയായിട്ട് നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഈ കണ്ട ചെടികളുടെ ഒക്കെ വലിയ ചെടികൾ കേട്ടോ. അത്യാവശ്യം അറ്റം വരെ ഉണ്ട്. മദർ പ്ലാന്റ് എന്ന് പറയുന്ന ചെടികളുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള ചെടികളാണ്. ഇത് റൂബി റെഡ്. ഇത് ഏതാ വെറൈറ്റി? ഇത് കൊള്ളാലോ. ഇത് ചോക്ലേറ്റ് പിങ്ക്. ചോക്ലേറ്റ് പിങ്കിന്റെ എല്ലാം വലിയ പ്ലാന്റ് ആണ്. നല്ല പിങ്ക് കളർ പൂ. നല്ല വലിപ്പമുള്ള പൂക്കളല്ലേ? വലിയുള്ള പൂക്കളും വലിപ്പമുള്ള പ്ലാന്റ് നല്ല വലിപ്പമുള്ള. ഇതാ ഫ്ലെയിം റെഡ് അല്ലേ? അതെ, ഇത് ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ് നല്ല വലിയ പ്ലാന്റ് ആണ്. തീരെ ചെറിയ കുഞ്ഞു പ്ലാന്റ്. ഫ്ലെയിം റെഡ് ഇപ്പൊ എല്ലായിടും കഴിഞ്ഞിരിക്കുകയാണ്. അത് എവിടെ കിട്ടാനുള്ളത്? അതെ, നഴ്സറികളിലൊക്കെ കാലിയാണത് ചോദിച്ചു കഴിഞ്ഞാൽ. ഇത് അവിടെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ. ഇത് സുവർണ. നല്ല രസമുണ്ടോ? മൾട്ടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ചെടിയാണ്. ഇങ്ങനെ 2 കളറിൽ വരും സുവർണ. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ചെടികളെ വീട്ടിൽ കൊണ്ടുവന്നൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് പൂക്കൾ പോകണമെന്നൊക്കെ പറയണത് എന്താ ചെയ്യണം? സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വളം അതുപോലെ എന്ത് വളം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിലും മേടിച്ച് കൊണ്ട് വെച്ചാൽ മാത്രം പോരാ.
നമ്മളതിന് വെള്ളവും വളവും കൊടുക്കണം. എന്ത് വളം ഇവിടെ വളം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഫാക്ടംപോസ്. എത്ര ദിവസം 20 എന്ന് പറയും. ഫാക്ടംപോസ് ഒരു മാസത്തിലൊരിക്കൽ. അത് ചട്ടിയുടെ ചുറ്റിട്ട് ചട്ടിയോട് ചേർത്തിട്ട് ചെടിയുടെ ചുവട്ടില്ല, ഒരു 5 ഗ്രാം 10 ഗ്രാം. അതാണ് പെട്ടെന്ന് ഗ്രോത്ത് വരും അല്ലേ? ഗ്രോത്തും വരും, ഫ്ലവറിങ്ങും ആവും. ഇത് രണ്ടിനോടുള്ളത് നൈട്രജനും ഫോസ്ഫറസും ആണ് ഇതിനകത്തുള്ള. ഇത് രണ്ടും തന്നെ. പിന്നെ നമ്മൾ പെസ്റ്റിസൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇതിന് കുരുടിപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടി. മാസത്തിലൊരിക്കൽ പെസ്റ്റിസൈഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അക്ടാര അങ്ങനെയൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്, അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനകത്ത് പറയുന്ന രീതിയിൽ. പിന്നെ ജൈവ രീതി കൊടുക്കുകയാണെങ്കിൽ പച്ചച്ചാണകത്തിനകത്ത് കടലപ്പിണ്ണാക്ക്, അല്ല ഇത് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഫംഗസ് മാറുന്നല്ല, നമ്മൾ ഈ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ട്. ഇപ്പം 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഫാക്ടംപോസ് കൊടുത്തിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ ചാണകത്തിനകത്ത് ഇതൊക്കെ പുളിപ്പിച്ച് കൊടുക്കാമെങ്കിൽ നല്ലതാ. കടലപ്പിണ്ണാക്കെല്ലാം പുളിപ്പിച്ച്. ഇത് സിംഗപ്പൂർ പിങ്ക്. ഇതിന്റെ വൈറ്റ് ഉണ്ടല്ലോ അല്ലേ? ഇല്ല, സിംഗപ്പൂർ പിങ്ക് മാത്രം, വൈറ്റ് കണ്ടിട്ടില്ല. ഇനി ഇവിടെ ഉണ്ട് കുറച്ച്. അതേതാ ഈ ചെടി? അത് ജുവൽ യെല്ലോയും പീച്ചും അല്ലേ? പീച്ച്. ഇതാണ് പീച്ച്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തണ്ടിന്റെ അറ്റത്താണ് പൂക്കൾ വരിക. അതിങ്ങനെ നിറയെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇതൊക്കെ പഴയ വെറൈറ്റി ആണല്ലേ? ഇതൊക്കെ പഴയ വെറൈറ്റി, നോർമലാ. മഹാറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് വീര വൈറ്റ്. ഇത് പറഞ്ഞ ഒരു തണ്ടിന്റെ അറ്റത്താണല്ലേ പൂക്കൾ? അതെ അതെ. ഒരു പൂ കഴിഞ്ഞിട്ട് അടുത്ത തണ്ട് വരുന്നുണ്ട്. ഇനി പൂ വരും. ഇതേതാ? ഇത് കൊള്ളാലോ. ഇത് റെഡ് വണ്ടർ എന്ന് പറയുന്നൊരു പ്ലാന്റ്. ഇത് കുറച്ച് ഓൾഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഓൾഡാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഓൾഡാണ്. ഇത് ചിത്ര ക്രീം. ചിത്രയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അതെ അതെ. ക്രീം. ഇത് ചില്ലി റെഡ്, നമ്മുടെ കവർ പ്ലാന്റാ. ചില്ലി റെഡും ചില്ലി യെല്ലോ. ചെറിയ പ്ലാന്റ് അല്ലേ കവറിലുള്ള? ഇതൊക്കെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം അല്ലേ? ചില്ലി റെഡ്, ചില്ലി യെല്ലോ. അത് കവർ പ്ലാന്റ് ഉള്ളത് ഈ രണ്ട് വെറൈറ്റീസ് ആണോ? അതെ, രണ്ട് വെറൈറ്റീസ്. റൂട്ടഡ് പ്ലാന്റ് ഒക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. മറ്റേ വലുതാണ് പ്രശ്നം. ഇത് ഈ വെറൈറ്റീസ് ഏതാ ഇവിടെ ഇരിക്കുന്നത്? അത് സിംഗപ്പൂർ പിങ്ക്. അത് ഇത് ബ്ലൂബെറി ഐസ്. ബ്ലൂബെറി ഐസിന്റെ മദർ പ്ലാന്റ് ആണ്. അത് കണ്ടോ? ഇതല്ലേ? ഇതൊക്കെ കൊടുക്കാനുള്ള ചെടിയാട്ടോ, വലിയ ചെടികൾ. ഇത് കുറച്ച് ഗോൾഡൻ സൺഷൈൻ പ്ലാന്റ് ഉണ്ട്. ഇതിന് ഫ്ലവർ കഴിഞ്ഞിരിക്കുകയാണ്. ഗോൾഡൻ സൺഷൈനിന്റെ ഇത്രയും വലിയ പ്ലാന്റാ ഉള്ളത്. വലുതാണ്, കൊടുക്കാനുള്ള പ്ലാന്റ് ആണ്. വലിയ ചെടിയാണത്, ചെറിയ ചെടിയുള്ളത്. ഇതിപ്പോ ടെറസിന്റെ മുകളിലാണ് കാണുന്നത്. ഇത് താങ്ലോങ് റെഡ് അല്ലേ? ഇതേതാ ഈ വൈറ്റ്? അത് നമ്മുടെ ബ്രിസ വൈറ്റ്. അല്ലേ? ഇതിന്റെ ഒക്കെ ചെടികളുണ്ടല്ലേ കൊടുക്കാൻ? ബ്രിസ വൈറ്റിന്റെ ഒന്നുമില്ല, ഇതൊക്കെ നമ്മുടെ കളക്ഷൻ പ്ലാന്റ്. അതല്ല, അതെ. ഇതൊക്കെ ടെറസിന്റെ മുകളിൽ ഇവർ വെച്ചേക്കണത്. യാതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ കേട്ടോ, മെമ്മറീസിൻ. ഇതിന് നേരെ മുമ്പിലാണ് ഈ കാണുന്നത്. അത് മഹാറാണി അടർന്നൊക്കെ ഉണ്ടല്ലേ? ഇവിടെയാണ് അഗ്ലോണിമ ഉള്ളത് അല്ലേ? ഇതിവിടെ ഒരു ചെടി ഇരിക്കുന്നുണ്ടല്ലോ, ചില്ലി യെല്ലോ. അതിന്റെ ചെടികളുണ്ടോ? ചില്ലി യെല്ലോടെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഉണ്ടല്ലോ അഗ്ലോണിമ. ഏതൊക്കെയാണ് വെറൈറ്റീസ്? കളക്ഷൻ പ്ലാന്റും ഉണ്ട്, സെയിൽ പ്ലാന്റും ഉണ്ട്. ഈ സൈഡൊക്കെ കളക്ഷൻ പ്ലാന്റ് അല്ലേ? അതെ. ഒന്നും കൊടുക്കാറായിട്ടില്ല അല്ലേ? അത്യാവശ്യം ചോദിച്ചാൽ കൊടുക്കും. ഇതിലൊക്കെ ഇതാണ് മെയിനായിട്ട് കൊടുക്കുക. അതെ. ഇത് ജയ്പോങ് റെഡ്. ഇതൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാലോ അല്ലേ? ഇതെല്ലാം കൊറിയർ ചെയ്യാം. സ്റ്റാർ ഡസ്റ്റ് ഉണ്ട്. ഇതറിയോ? എൻ്റെ പേരറിയോ? അതിന്റെ അറിഞ്ഞൂടാ. കുറേ ഇങ്ങനെ വരുന്ന കാരണമൊക്കെ മറന്നു. ഇത് റെഡ് സൺ എന്ന് പറയുന്നൊരു. ഓക്കെ. ഇവിടെയൊക്കെ ബൊഗൈൻവില്ല നല്ല വെയിൽ കിട്ടണം അല്ലേ? ഷെയ്ഡുള്ള കാരണം അങ്ങോട്ട് കറക്റ്റ് വളരുന്നില്ല. എനിക്ക് മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടി നമ്മുടെ സെയിൽ പ്ലാന്റ് തന്നെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കണം അല്ലേ? മാറ്റി വെക്കണം. ഇത് സൺറൈസ് വൈറ്റ്. സൺറൈസ് വൈറ്റ് ഇതിന്റെ സെയിൽ പ്ലാന്റ് നമുക്കുണ്ട് കൊടുക്കാനുണ്ട്. ഇത് പർപ്പിൾ ടാങ്ലോ.
വിടരാത്ത സെയിൽ പൂവ്. പ്ലാന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ അടി കണ്ടല്ലേ. അതെ. എൻ്റെ പേരെന്താ? ഇതിൻ്റെ പേര് റെഡ് വെൽവെറ്റ്. അപ്പോൾ ഓരോന്ന് എനിക്ക് വേണ്ടി ഇവിടെ ഞാൻ എടുത്തോണ്ട് വെക്കും. ഇതൊക്കെ നമ്മൾ അടി കണ്ട പ്ലാന്റിൻ്റെ ഒക്കെ വലിയ പ്ലാന്റ്സ് ആണ് അതൊക്കെ. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ എന്താ ഇതിൻ്റെ ഐ ഡി? അപ്പോൾ ഇത് ക്ലൗഡ് വെയിറ്റ്. ക്ലൗഡ് വെയിറ്റ്. ക്ലൗഡ് വെയിറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടേ ഇവിടെ ഒരു ചെറിയ ഭാഗം ഉണ്ട് കേട്ടോ വീടിൻ്റെ ഒരു സൈഡിലായിട്ട്. ഇത് ഏതാ വെറൈറ്റി? ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന പ്ലാന്റ്. ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി അല്ലേ? അധികം അങ്ങനെ വിടരാത്ത പോകണത്. വലിയ പ്ലാന്റാ. ഇതെല്ലാം നല്ല പ്ലാന്റാ. ചില്ലി യെല്ലോ. ചില്ലി യെല്ലോ ഉണ്ടല്ലോ. ചില്ലി യെല്ലോയുടെ ഒക്കെ വലിയ പ്ലാന്റാ ഇരിക്കുന്നത്. ഇത് ചോക്ലേറ്റ് ബ്രൗൺ ആണെന്ന് തോന്നുന്നു. ഇത് കണ്ട തായ് ഡിലൈറ്റ്. അപ്പുറത്ത് ഇരിപ്പുണ്ട് കുറച്ച് പ്ലാന്റ്. ഇത് ടാങ്ലോങ് പിങ്ക്. ടാങ്ലോങ്ങിന്റെ പിങ്ക്. ഇതെല്ലാം കൊടുക്കാനുള്ള ഏരിയയാണല്ലേ? അതെ അതെ, ഇതെല്ലാം കൊടുക്കാനുള്ള. ടാങ്ലോങ്ങിന്റെ പർപ്പിൾ. എവിടെ? വേണ്ട, പർപ്പിളിന്റെ ചെറിയ പ്ലാന്റ് കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ടാങ്ലോങ് റെഡ്. റെഡിങ്ങിന്റെ ചെറുത്. ഇതാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കായിരിക്കണം. അതൊക്കെ ചില്ലി വെറൈറ്റീസ് ഒക്കെയാണ് എല്ലാം. ഇവിടെ അറിയാൻ. അതെ, ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഒരു വീടിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എപ്പോഴും ആളുണ്ടാവുമോ? വീട്ടിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവും. 30-107-4878. ഓക്കെ. അപ്പോൾ നമുക്ക് ചെറിയ ചെടികൾ, അത് കവർ പ്ലാന്റ് വളരെ കുറവുള്ളത് അത് കൊറിയർ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ഹൈവേ ഡെലിവറിയും ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അല്ലെങ്കിൽ നേരിട്ട് വന്നെടുക്കാം. എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. നഴ്സറി ആയിട്ട് തുടങ്ങി. നേരത്തെ എനിക്ക് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ പുതിയതായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു. അതെ, അതായത് ഹോൾസെയിലും തുടങ്ങാനുള്ള പരിപാടിയുണ്ട് അടുത്ത സീസണിലേക്ക്. അടുത്ത സീസൺ ആകുമ്പോഴത്തേനും ആവും അല്ലേ? നമുക്ക് വേറെ ഒരു പ്ലോട്ടിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു.